യെസ്, നമ്മുടെ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനങ്ങളുടെ ചാപ്റ്ററിൽ ഏറ്റവും എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ആദ്യത്തേതാണ് അമീബയും ഹൈഡ്രയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമ്മൾ പഠിച്ചതല്ലേ? അതേപോലെ ഹ്യൂമൻ ഡൈജഷൻ, മനുഷ്യൻ്റെ ദഹനത്തിലേക്ക് പോകുമ്പോൾ ടീത്തിൻ്റെ സ്ട്രക്ചർ, പല്ലിൻ്റെ ഘടന, ആ ഭാഗങ്ങൾ പഠിക്കണം. അതേപോലെ സലൈവയിലുള്ള എൻസൈംസ്, സ്റ്റൊമക്ക്, ആമാശയം, ലിവർ, കരള്, പാൻക്രിയാസ്, പിന്നെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എൻസൈംസും അതിൻ്റെ ഫംഗ്ഷൻസും ധർമ്മങ്ങളൊക്കെ പഠിക്കണം. അതേപോലെ നമ്മളെ ഹ്യൂമൻ ബ്ലഡിലേക്ക് വരുമ്പോൾ ആ ബ്ലഡിലുള്ള പ്രോട്ടീൻസ്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഓർമ്മയില്ലേ? അതേപോലെ നമ്മുടെ ബോഡിയിലെ 3 തരം കുഴലുകൾ, ആർട്ടറി, വെയിന്, കാപ്പിലറി, ധമനി, ലോമിക, സിര. അതേപോലെ എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡ്, എന്താണ് ലിംഫ് നോക്കി വെക്കുക. ഇനി ഏറ്റവും പ്രധാനം 1 മാർക്കിനല്ല 4 മാർക്കിന് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഹാർട്ട്, ഹൃദയത്തെക്കുറിച്ച്. ഹൃദയത്തിൻ്റെ 12 ഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. 1 മാർക്ക് ചോദിക്കുവാണ് ECG, പൾസ് എന്താ ചോദിക്കും, ബ്ലഡ് പ്രഷർ നിർബന്ധമായി നോക്കേണ്ട സാധനമാണ്. അതേപോലെ ഡബിൾ സർക്കുലേഷൻ, പിന്നെ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാവുന്ന ഡിസീസസ്. ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്. ഇതൊക്കെ ഏറ്റവും പ്രധാനമായി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളും പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ ഇന്ന് കൃത്യം 7:00 നമ്മുടെ ലൈവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ആ ലൈവിലേക്ക് ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.